ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തല നിർവാഹക സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് തല നിർവാഹക സമിതി യോഗം ചേർന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനായി ആകാവുന്നതൊക്കെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വിപുലമായ ക്യാമ്പയിനുകൾ ഇങ്ങനെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവരുടെ സ്ഥലത്തോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്കോ തള്ളി എൻ്റെ ആ ബാധ്യത ഒഴിവാക്കുക എന്നത് തെറ്റായ ഒരു രീതിയാണ്. അതുകൊണ്ട് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ അത് സംസ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ ഏറ്റെടുക്കണം. അത് നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ത് വേണം, നമ്മൾ പൊതുവായി അതിനൊരു സംസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ തലത്തിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ പങ്കാളികളാകണം. ഗ്രാമപഞ്ചായത്തിൻ്റെ വിപുലമായ ഹരിത കർമ്മസേന അംഗങ്ങൾ നമ്മുടെ വീടുകളിലെത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് മിനി MCFിലും അതുപോലെ തന്നെ MCFകളിലും എത്തിച്ച് അത് നമ്മളെ സംസ്കരിക്കുന്നതിനാവശ്യമായ ഏജൻസികളെ ഏൽപ്പിച്ച് മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നേറുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 2 മുതൽ 2025 മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന ജനകീയ ക്യാമ്പയിൻ വിവിധ പദ്ധതികൾ യോഗത്തിൽ വെച്ച് തയ്യാറാക്കി. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 3-ാം വാർഡിൽ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള മിനി MCF പരിസരം ശുചീകരണം നടത്തി സൗന്ദര്യവൽക്കരണ പരിപാടികൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. വാർഡ് തലത്തിൽ വിവിധ കേന്ദ്രങ്ങൾ തീരുമാനിച്ച വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കേന്ദ്രങ്ങൾ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും മാലിന്യമുക്ത നവകേരളത്തിനായി വിപുലമായ പരിപാടികൾ തയ്യാറാക്കാനും യോഗം തീരുമാനമെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വത്സല, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.